ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് രാജ്യത്ത് നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ മെട്രോളജി സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.19% ഉയർന്നു. ഇതുവരെ 1 കോടിയോളം പേർ രോഗമുക്തരായി. കേരളത്തിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 65,000-ലേറെ കോവിഡ് രോഗികൾ. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള 7ാം വട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും CIR ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ മെട്രോളജി സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതിന് രാജ്യത്തെ ശാസ്ത്രജ്ഞർ അഹോരാത്രം പ്രയത്നിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2 വാക്സിനുകൾ വിജയകരമായി വികസിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞമാണ് രാജ്യത്ത് നടക്കാനിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് മഹാമാരി കാലത്തെ നമ്മുടെ അനുഭവങ്ങളും പ്രവർത്തനങ്ങളും ഭാവി ശാസ്ത്രജ്ഞരെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. സമരം ചെയ്യുന്ന കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന 7ാം വട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. 41 കർഷക സംഘടനകൾ പങ്കെടുത്ത 6ാം വട്ട ചർച്ചയിൽ കർഷകരുടെ 2 ആവശ്യങ്ങളിൽ ധാരണയായിരുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രമ്യമായ പരിഹാരത്തിൽ എത്തിച്ചേരാൻ ഇരുപക്ഷവും നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്നും കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 19,000-ലധികം പേർ കൂടി രോഗമുക്തരായതോടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.19% 99,46,000-ലധികം ആളുകളാണ് രാജ്യത്ത് ഇതുവരെ രോഗമുക്തരായത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ. ഇന്ത്യയിൽ നിലവിൽ 2,43,000 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ആകെയുള്ള കോവിഡ് ബാധിതരുടെ 2.36% മാത്രമാണിത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 16,505 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 214 പേരുടെ മരണം കൂടി കോവിഡ് ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ 49,649 ഇന്ത്യയുടെ മരണനിരക്കായ 1.45% ആഗോളതലത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിലൊന്നാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7,35,000-ലധികം കോവിഡ് പരിശോധനകൾ നടത്തിയതായി ICMR അറിയിച്ചു. അതിനിടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ പുതുതായി 424 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികളുടെ എണ്ണം 7,26,000 കടന്നു. 5,544 പേരാണ് ഡൽഹിയിൽ നിലവിൽ ചികിത്സയിലുള്ളത്. ആന്ധ്രാപ്രദേശിൽ പുതുതായി 232 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 7,115 പേരാണ് ആന്ധ്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അടിയന്തര ഘട്ടങ്ങളിൽ കോവാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളെ തള്ളി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. കോവാക്സിന്റെയും കോവിഷീൽഡിന്റെയും വിതരണം വ്യത്യസ്ത രീതിയിലാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. കോവിഷീൽഡിനെ അപേക്ഷിച്ച് ക്ലിനിക്കൽ പരീക്ഷണമെന്ന രീതിയിലാണ് കോവാക്സിൻ നൽകുന്നത്. വാക്സിൻ സ്വീകരിക്കുന്നവരെ കൃത്യമായി നിരീക്ഷിക്കുകയും പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. അതിനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടിയന്തര ഘട്ടങ്ങളിൽ കോവിഡ് പ്രതിരോധ വാക്സിനുകൾ ഉപയോഗിക്കുന്നതിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ആരോഗ്യരംഗത്തെ വിദഗ്ധർ സ്വാഗതം ചെയ്തു. വാക്സിൻ വികസിപ്പിക്കുന്നതിന് ഇന്ത്യൻ ലാബുകൾ നടത്തിയ പരിശ്രമങ്ങളെ എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് സിംഗ് ഗുലേരിയ അഭിനന്ദിച്ചു. വിലക്കുറവും 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ സൂക്ഷിക്കാൻ കഴിയുന്നതുമാണ് ഈ വാക്സിനുകളുടെ പ്രത്യേകതയെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ നിലവിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 65,278 ഇന്നലെ 4,600 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിക്കുകയും 4,668 പേർ രോഗമുക്തരാകുകയും ചെയ്തു. എറണാകുളം ജില്ലയിൽ മാത്രം ഇന്നലെ പുതുതായി 728 പേർക്ക് രോഗബാധ കണ്ടെത്തി. 9.73% കേരളത്തിലെ ആകെ കോവിഡ് സ്ഥിരീകരണ നിരക്ക്. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും താഴ്ന്ന രോഗസ്ഥിരീകരണ നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ബ്രിട്ടനിൽ നിന്നെത്തിയ ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കേരളത്തിൽ കോളേജുകളും സർവകലാശാല ക്യാമ്പസുകളും തുറന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 16 അടച്ച കോളേജുകളിൽ 294 ദിവസങ്ങൾക്ക് ശേഷമാണ് ക്ലാസുകൾ പുനരാരംഭിക്കുന്നത്. 50% വിദ്യാർത്ഥികളെ മാത്രമാണ് ക്ലാസുകളിൽ അനുവദിക്കുക. പ്രവർത്തന സമയം രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെയായി ദീർഘിപ്പിച്ചിട്ടുണ്ട്.
നിലവിൽ 5, 6 സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും മുഴുവൻ PG വിദ്യാർത്ഥികൾക്കുമാണ് ക്ലാസുകൾ. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,55,00,000 കടന്നു. 6,04,00,000-ലധികം പേർ ഇതുവരെ രോഗമുക്തരായി. 18 ലക്ഷത്തിലധികം ആളുകളാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. ലോകത്ത് ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ള അമേരിക്കയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,11,00,000 കടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ധനവിലയിലും വലിയ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡാണ് വാതക വിതരണ പദ്ധതി നടപ്പാക്കുക. 450 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈനിലൂടെ കൊച്ചി ടെർമിനലിൽ നിന്നുള്ള വാതകം എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ വഴി മംഗലാപുരത്തെത്തും. 1000 കോടി രൂപയുടെ വരുമാനമാണ് പദ്ധതിയിലൂടെ കേരളം പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കർണാടക ഗവർണർ വാജുഭായ് വാല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. നടപ്പ് ഖാരിഫ് കാലയളവിൽ 64 ലക്ഷത്തിലധികം നെൽകർഷകർക്ക് 94,000 കോടി രൂപയുടെ നേട്ടമുണ്ടായതായി കേന്ദ്ര സർക്കാർ. നിലവിലുള്ള കുറഞ്ഞ താങ്ങുവില നിരക്കിൽ ഖാരിഫ് വിളകൾ സംഭരിക്കുന്നത് സർക്കാർ തുടരുകയാണെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങി 18 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 499 ലക്ഷം ടൺ നെല്ലാണ് സംഭരിച്ചതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് മഹാമാരിയെ തുടർന്ന് അടച്ചിട്ട പറ്റ്ന ഹൈക്കോടതി പ്രവർത്തനം പുനരാരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ മാസം 15 വരെയായിരിക്കും പ്രവർത്തനം. പ്രതിദിനം ഓരോ ബെഞ്ചിലും 25 കേസുകൾ മാത്രമായിരിക്കും പരിഗണിക്കുന്നത്. സിവിൽ കേസുകൾ വ്യാഴാഴ്ചകളിലും ക്രിമിനൽ കേസുകൾ ബാക്കിയുള്ള പ്രവൃത്തി ദിവസങ്ങളിലും പരിഗണിക്കും. അഭിഭാഷകനെയും ഒരു ക്ലർക്കിനെയും സഹായിയെയും മാത്രമേ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ എത്താൻ അനുവദിക്കൂ. ഇവർക്ക് ഹൈക്കോടതി പ്രത്യേകം തിരിച്ചറിയൽ കാർഡ് അനുവദിക്കും. ഗുജറാത്തിൽ കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കായി ഇതുവരെ 1000 കോടി രൂപ ചെലവായതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഗുജറാത്തിൽ കോവിഡ് രോഗികൾക്കായി സൌജന്യ ചികിത്സയും കുത്തിവയ്പുമാണ് സർക്കാർ നൽകുന്നതെന്നും ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് കൃത്യമായി ലഭ്യമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഗുജറാത്തിൽ നിലവിൽ 9,250 പേരാണ് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്. കർണാടകയിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ ഇന്നു മുതൽ സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ബംഗളൂരു വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗത സൌകര്യം വർദ്ധിപ്പിക്കും. നഗരത്തിലെ ഗതാഗത കുരുക്ക് വലിയൊരളവിൽ കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. രാജസ്ഥാനിൽ പക്ഷിപ്പനി ജാഗ്രതാ മുന്നറിയിപ്പ്. ജാലാവാർ ജില്ലയിൽ ചത്ത പശുക്കളിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. നിരീക്ഷണത്തിനായി മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനതല കൺട്രോൾ റൂം തുറക്കുകയും വിദഗ്ധ സംഘത്തെ വിന്യസിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ ശ്മശാന കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. 5 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. 13 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ATK മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയും ഈസ്റ്റ് ബംഗാൾ ഒഡീഷയെയും പരാജയപ്പെടുത്തി. വടക്കേ ഇന്ത്യയിൽ നാളെ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൊടുങ്കാറ്റിനും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 70 പോയിന്റ് നേട്ടത്തിൽ 47,937-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 41 പോയിന്റ് ഉയർന്ന് 14,058-ലും വ്യാപാരം തുടരുന്നു. കൂടി പവന് 320 രൂപ വർദ്ധിച്ച് 37,840 രൂപയും ഗ്രാമിന് 40 രൂപ കൂടി 4,730 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് രാജ്യത്ത് നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.19 ഉയർന്നു. ഇതുവരെ 1 കോടിയോളം പേർക്ക് രോഗമുക്തി. കേരളത്തിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 65,000-ലേറെ കോവിഡ് രോഗികൾ. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള 7ാം വട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.